ഇനി IVF എങ്ങനെയാണ് ചെയ്യുന്നത്? മെൻസസിന് കുറച്ച് ദിവസം മുന്നേ ചെറിയൊരു ഇഞ്ചക്ഷൻ എടുത്ത് മെൻസസ് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവന്ന് മെൻസസ് ആയതിനു ശേഷം ഡെയിലി ഇഞ്ചക്ഷൻസ് ഉണ്ടാകും. ഓൺ ആൻ ആവറേജ് ഒരു 10 to 12 days ഓഫ് ഇഞ്ചക്ഷൻസ് ആണ് നമുക്ക് IVF എടുക്കേണ്ടി വരിക. എടുത്ത് അണ്ടം വലുപ്പമായി കഴിഞ്ഞാൽ അത് മൂക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്ത് 36 മണിക്കൂർ കഴിഞ്ഞാൽ മയക്കം കൊടുത്ത് നമ്മൾ ഈ അണ്ടങ്ങൾ പുറത്തെടുക്കും. അത് ലാബിൽ വെച്ച് സ്പേംസുമായിട്ട് ഇഞ്ചെക്ട് ചെയ്ത് ബേബിയാക്കി ആ ബേബിനെ നമ്മൾ 2 3 ചിലപ്പോൾ 5 ദിവസം വരെയൊക്കെ ലാബിൽ വളർത്തിയതിനു ശേഷം നല്ല എംബ്രിയോസ് നോക്കി 1 2 എംബ്രിയോസ് ഗർഭപാത്രത്തിലേക്ക് വെക്കും. ബാക്കി എംബ്രിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള സൗകര്യവും കൂടി IVF പ്രൊസീജിയറിലുണ്ട്. ഇനി IVFന്റെ സമയത്ത് ഞാൻ ലീവ് എടുക്കണോ, ജോലി രാജിവെക്കണോ, ഇതും സംശയമുള്ളൊരു കാര്യമാണ്. IVFന് വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് തയ്യാറെടുപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു IVF ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ മാക്സിമം ഒരു 6 7 വിസിറ്റ് ആയിരിക്കും. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ആ ദിവസങ്ങളിൽ ഒരു ഹാഫ് ഡേ എടുക്കോ അല്ലെങ്കിൽ ലീവ് ചോദിച്ചിട്ട് പോകേണ്ട ആവശ്യവും IVFന് വേണ്ടിയിട്ട് നമുക്ക് ജോലി രാജിവെക്കേണ്ട ആവശ്യവും ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ബെഡ് റെസ്റ്റ്, അതാണ് അടുത്തത്. ഞാൻ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഇനി ഫുൾ ടൈം ബെഡ് റെസ്റ്റ് എടുക്കണം. IVF കഴിഞ്ഞാൽ ബെഡ് റെസ്റ്റിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാ റുട്ടീൻ ആക്ടിവിറ്റീസും കണ്ടിന്യൂ ചെയ്യാം. സ്ട്രെനുവസ് ആയിട്ടുള്ള എക്സസൈസോ ആക്ടിവിറ്റീസോ മാത്രമാണ് ഇതിൽ റെസ്ട്രിക്ഷൻ ആയിട്ടുള്ളത്.